അങ്ങനെ ഊട്ടിയിലെത്തി ഫ്രഷപ്പ് ആയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാട്ടോ നമുക്കൊന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇത്തവണ ഞങ്ങൾ ഊട്ടിക്ക് വന്നതിന് ഒരു കാരണമുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ നേരെ റൂം വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി. രാവിലെ പിന്നെ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ക്ലൈമറ്റ് തന്നെയായിരുന്നു. പക്ഷെ അമ്മമ്മയ്ക്കും കുട്ടിക്കും നല്ല തണുപ്പാട്ടോ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരുപാട് പ്രൊമോഷൻസ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കിന്നക്കുരയ്ക്കായിരുന്നു. കിന്നക്കുര പോണ വഴിക്ക് നമുക്ക് 2 പ്രോപ്പർട്ടീസിന്റെ വർക്ക് ഉണ്ടായിരുന്നു. പോണ വഴിക്ക് ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഈ കടയിലാണെന്നുണ്ടെങ്കിലോ ഒരുപാട് ടൈപ്പ് ചായകളുണ്ട്. അതിലൊന്നാണ് ഇവൻ കുടിക്കുന്നത് ഹിബിസ്കസ് ടീ. കുഴപ്പമൊന്നുമില്ല, നോർമൽ ഒരു പുളിപ്പ് ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഒക്കെ പറഞ്ഞു മാഗി ഉണ്ടെന്ന്. പിന്നെ മാഗിയും കൂടെ കഴിച്ചിരുന്ന പിന്നെ ലഞ്ച് ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ. അങ്ങനെ മാഗി എല്ലാം കഴിച്ച് ഞങ്ങൾ 4 പേരും പിന്നെ നേരെ അവിടുന്ന് പോരുകയും ചെയ്തു കേട്ടോ. പോരുന്നതിന് മുന്നേ ഹിബിസ്കസും റോസും റോസ്മേരിയും എല്ലാം വാങ്ങിയിട്ടാണ് ആള് പോകുന്നത്. ഈ അമ്മമാരെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതേപോലത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പോണ വഴിക്കുള്ള പൊന്തക്കാടും ചെടികളും മരുന്നുകളും എല്ലാം പറിച്ചിട്ടേ അമ്മ പോരുള്ളൂ. അങ്ങനെ നമ്മളത് റിസോർട്ടിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാട്ടോ. എന്നാ പിന്നെ ഇവിടെ വരെ വന്നല്ലേ കിന്നക്കുരയും കൂടെ പോയിട്ട് തിരിച്ചു പോകാന്ന് വിചാരിച്ചിട്ടോ. കാരണം അമ്മ ഒരുപാട് നാളെ ഞങ്ങളടുത്ത് പറയുന്നുണ്ട് കിന്നക്കുരെ പോകണമെന്നും കാണണമെന്നൊക്കെ. അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഇതേ ബൈസനെയും ഒക്കെ കണ്ടു. അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. കിന്നക്കുരയ്ക്ക് ഇപ്പൊ മലയാളീസിന് എൻട്രി ഇല്ല കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർ ഞങ്ങളെ വിട്ടതാണ്. തനുക്കുട്ടീനെ ഒന്നും കണ്ടിട്ടില്ല, അവള് നല്ല ഉറക്കായിരുന്നു. കിന്നക്കുര എത്തി, അധികം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല, നേരെ പോയിട്ടോ. ഉറക്കെല്ലാം കഴിഞ്ഞ് എണ്ണീറ്റപ്പോഴേക്കും തനുക്കുട്ടിക്ക് നല്ല വിശപ്പ് തുടങ്ങിട്ടോ. എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു പിന്നെ അവള് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ബിരിയാണി എല്ലാം കഴിച്ചു കേട്ടോ. 10 പൈസക്ക് ഇല്ലാത്ത ഫുഡായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞു, കറക്കം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ നാട്ടിലേക്ക് പോകാം. പോണ വഴിക്ക് ഏകദേശം ഊട്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ കണ്ട ഒരു വ്യൂ ആട്ടോ അത്. എന്റെ അമ്മ, അത് സ്വർഗ്ഗം നേരെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടിട്ടേ ഇല്ല. വീട്ടിലെത്തിയതും ഒന്ന് ഫേസ് വാഷ് ഇടാന്ന് വിചാരിച്ചോട്ടാ, കാരണം ഫേസ് ആകെ ടാനാണ്. ഫേസ് വാഷ് ഉണ്ടല്ലോ കൈ കൊണ്ട് ചെയ്യാതെ ഇത് വെച്ച് ചെയ്ത് നോക്കിയേ, അടിപൊളിയാകും, നല്ല റിസൾട്ടും ആയിരിക്കും. ഇതിൽ സ്ക്രബ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഫേസിലെ ടാനും കാര്യങ്ങളും എല്ലാം നല്ലപോലെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കൈ ആവുമ്പോൾ സോഫ്റ്റ് അല്ല, ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലെ ചെളിയും കാര്യങ്ങളും എല്ലാം പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. എന്റെ ഫേസ് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.